സ്വർണം സത്യത്തിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നതാണ് പച്ചപരമാർത്ഥം. സ്വർണം കൊണ്ടുള്ളതിലും ഭംഗിയായി എത്രയൊക്കെ മാതൃകകളിൽ ആഭരണമുണ്ടാക്കാം. സ്വർണത്തെക്കാൾ ഈട് നിൽക്കുന്ന ആഭരണങ്ങൾ പോലുമുണ്ട്. ലോഹം തന്നെ ആഭരണമുണ്ടാക്കാൻ ആവശ്യമില്ല. അണിഞ്ഞൊരുങ്ങാൻ ആഭരണം വേണ്ടവർക്ക് അത് സ്വീകരിക്കാം. പക്ഷേ അതിന് സ്വർണം തന്നെ വേണമെന്ന നിർബന്ധം ആർക്കാണ്? നാട്ടിലെ സ്വർണ്ണക്കടക്കാർക്കല്ലാതെ ആത്യന്തികമായി മറ്റാർക്കും അതുകൊണ്ട് നേട്ടമില്ല. പണ്ടായിരുന്നെങ്കിൽ ആഭരണമുണ്ടാക്കുന്നവർക്ക് ഈ ജോലി അനിവാര്യമായിരുന്നു. ഇന്ന് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് കൂടുതലും യന്ത്രങ്ങളാണ്. അതുകൊണ്ട് പൊൻപണിക്കാർക്ക് ജോലി പോകും എന്നൊരു പ്രശ്നവും കാര്യമായിട്ടില്ല. വീട്ടിൽ കാശുള്ളവർക്ക് സ്വർണ്ണക്കട്ടികൾ ഒരു നിക്ഷേപമായി വാങ്ങിവെക്കാം. ഭൂസ്വത്ത് പോലെ അതും വീതം വെച്ച് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ നൽകാം. അതിനപ്പുറം സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞേ കല്യാണം നടക്കൂ എന്ന സ്ഥിതി മാറണം. അതിന് ആത്യന്തികമായി ചെയ്യാൻ കഴിയുന്നത് സ്വർണ്ണ ആഭരണങ്ങൾ നിരോധിക്കുക എന്നതാണ്. സത്യത്തിൽ മനുഷ്യ ജീവിതത്തിന് ഒരു ഉപകാരവും ഇല്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് സ്വർണ്ണമാണ്. പണ്ടുകാലത്ത് ഉൽപ്പന്നങ്ങളുടെ വില നൽകാൻ ആഗോള നാണയമായി ഉപയോഗിച്ചിരുന്നു എന്നല്ലാതെ സ്വർണം പിന്നീട് ഒരിക്കലും ആർക്കും ഉപകാരപ്പെട്ടിട്ടില്ല. ഡോളറും യൂറോയും ഒക്കെ വന്നതോടെ ആരും സ്വർണത്തിൽ ഇടപാടുകൾ നടത്താറില്ല. കാറുകൾ വന്നപ്പോൾ കുതിരകൾ അപ്രസക്തരായതുപോലെ കാശ് വന്നപ്പോൾ സ്വർണവും അപ്രസക്തമാകേണ്ടതായിരുന്നു. കള്ളപ്പണക്കാരുടെ നിക്ഷേപ മാർഗമായി സ്വർണം മാറിയതോടെയാണ് ആയുസ് നീട്ടിക്കിട്ടിയത്.